ഞാൻ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തത് ബ്ലാക്കിൽ സിൽവർ കളർ നൂലിട്ടിട്ടാണ് ചെയ്തത്. ഒരു ഇതിൽ ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിച്ച സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് കൊണ്ട് ഈ ഒരു എംബ്രോയ്ഡറി ചെയ്തെടുത്തത്. ഇത് സാരീൻ്റെ ബോർഡറിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഈ എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യുക നോക്കാം. ഞാനൊരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനുള്ള ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ പഴയൊരു ഡിസൈനാണ്. എന്നാലും ഇത് ഞാൻ ഈ ഡിസൈനിൻ്റെ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിത്രം ഈ പിക്ചർ പിന്നെ ഒരു ബ്ലൗസിൻ്റെ കയ്യിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരച്ചെടുത്ത് ഫ്രെയിമൊക്കെ ഇട്ട് വയ്ക്കുക. ഈ ഡിസൈൻ ഞാനിത് അതിൻ്റെ അകത്ത് വരച്ചെടുത്ത് കറുപ്പ് ഇതിൻ്റെ അകത്ത് വരച്ചെടുത്ത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന നൂല് ഏതാ വെച്ചാൽ സിൽക്ക് ത്രെഡ്. ഇതിൻ്റെ അടുത്ത് അഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സിൽക്ക് ത്രെഡ് സിൽവറിൻ്റെ ത്രെഡാണ് കണ്ടോ, ഹാങ്കറിൻ്റെ ത്രെഡാണത്. പേരുണ്ടായിരുന്നത് ഹാങ്കറിൻ്റെ ത്രെഡാണ്. എന്താ പേരുണ്ടായിരുന്നു, ഹാങ്കറിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സിൽവർ കളർ നൂല്, കറുപ്പിൽ സിൽവർ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 3 സ്റ്റാൻസിലാണ്, 6 സ്റ്റാൻസ് ആയിരിക്കുമല്ലോ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി നൂല് വരിക. അപ്പോൾ ഞാൻ 3 സ്റ്റാൻസിൽ അതേമാതിരി നൂല് കോർത്തെടുത്തിട്ടുണ്ട് സൂചിൻ്റെ മുകളിൽ ഉള്ളൂ. ഇത് നമുക്ക് ഈ നൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റെം സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെയാണല്ലോ നമ്മൾ തുടങ്ങുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ സ്റ്റെം ചെയ്യുന്ന വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ സ്റ്റെം ഇതേമാതിരി ചെയ്യാണ്. ഇങ്ങനെ വെച്ച് ഇതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് കുത്തി കൊടുക്കുക. പകുതിയല്ലേ, പകുതി വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ചിലർ സ്റ്റെമ്മ് ചെയ്യുന്ന വേറെ വിധത്തിന്. പക്ഷെ ഞാൻ ആദ്യം മുതലേ ഈ സ്റ്റെമ്മ് ഈ സ്റ്റിച്ചിലാണ് ചെയ്യാറുള്ളത്. ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് സാരിയിലൊക്കെ ഈ ഡിസൈൻ ബോർഡർ മാതിരി ചെയ്തെടുക്കാം. ഞാനൊരു ബ്രൗൺ കളറുള്ള സാരിയിൽ ചെയ്തിട്ടുണ്ട്, കാണിച്ചത്. ഇതേമാതിരി സ്റ്റെമ്മിൽ ഓരോന്ന് ചെയ്തെടുക്കും. കുറച്ച് നൂല് വലിയുന്നുണ്ട്, നൂല് കൊണ്ട് വലിച്ചെടുത്താൽ മതി, ശരിയായിക്കോളും. ഈ റൗണ്ട് ഫുള്ളായിട്ട് ആദ്യം ചെയ്തെടുക്കുക. ഈ ഇതുണ്ടല്ലോ, അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുത്താൽ മതി. ഇത് 3 ലെയർ ആയതുകൊണ്ട് ഓരോ ലെയർ ഇങ്ങോട്ട് പോയി പോകണത്. അത് ഈ ലെയർ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് കാണിച്ചത്. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ചെയ്തെടുത്തുകൊണ്ട് സിൽവറിൽ. ഇനി അടുത്തത് ഇതിങ്ങനെ അതേമാതിരി ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ. സ്റ്റെമ്മിലാണ് ചെയ്യുന്നത്, സ്റ്റെം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്.
സിൽവർ കളറൊന്നും വരുന്നുണ്ട്. ഇതിങ്ങനെ പോയിട്ട് ഇതിന് ഡിസൈൻ വരും. അങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി സ്റ്റെമ്മിലാണ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഈ ഇതും തയ്ച്ചെടുത്ത് കൊണ്ടു അടുത്ത ഈ ഇതിങ്ങനെ തയ്ച്ചെടുക്കണം. അതെങ്ങനെ അതൊക്കെ സ്റ്റെം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. സിൽവർ കളറൊന്നുമില്ലുണ്ട് കാണുന്നുണ്ട് സ്റ്റെമ്മ് ചെയ്യുന്ന. കൊടുക്കാം. ഈ ലൈന് ഫുള്ളായിട്ട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ലൈന് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഇതുവരെ ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഈ അടുത്തത് ഈ റൗണ്ട് ഇങ്ങനെ ചെയ്തെടുക്കും. ഫുള്ളായിട്ട് ഓരോ റൗണ്ട് വേണം ചെയ്തെടുക്കണേ. സൂചിയുടെ രണ്ടെണ്ണം വീട് ചെയിൻ തന്നെയാണ്, സ്റ്റെം തന്നെയാട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ എങ്ങനെ ചെയ്തത് അങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റൗണ്ടിലായിട്ട് എടുത്തുന്നത് ഇതുവരെ ചെയ്തുകൊണ്ടാണ്. പിന്നെ എന്താ വെച്ചാൽ അടുത്ത് ആദ്യം ഇത് ചെയ്ത് കഴിയുന്നത് നോക്കാം. ഇതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി ഇതിങ്ങനെ സ്റ്റെം സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുക്കണം. എന്നാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞത് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതേമാതിരി തന്നെ ചെയ്തെടുത്താൽ മതി. സ്റ്റെം തന്നെയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇതുവരെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് കളിച്ച് സ്റ്റെമ്മ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഈ ഡിസൈൻ ഇതേമാതിരി